എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കർക്കിടകം സ്പെഷ്യൽ മരുന്നുണ്ടയാണ്. കർക്കിടക മാസം നമ്മൾക്ക് പ്രതിരോധ ശേഷി കുറഞ്ഞ് പലതരം അസുഖങ്ങളൊക്കെ വരുന്ന സമയമാണ്. പ്രതിരോധ ശേഷി കൂട്ടാനും നടുവേദന മാറാനും രക്തക്കുറവ്, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, അമിതവണ്ണം, സന്ധിവേദന ഇതിനൊക്കെ കർക്കിടക മാസം മരുന്നുണ്ട ഒരെണ്ണം വീതം കഴിച്ചാൽ മതിയാകും. ഈ വീഡിയോയുടെ മുന്നേ ചക്കക്കുരു കൊണ്ട് ഉണ്ട തയ്യാറാക്കുന്ന വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോക്ക്. അപ്പോൾ എങ്ങനെയാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള മരുന്നുണ്ട തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. മരുന്നുണ്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ഞവര അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഞവര അരി ഇല്ലെങ്കിൽ മട്ട അരി എടുത്താലും മതി. അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് വെള്ളം വാർത്തെടുക്കണം. കോട്ടൻ്റെ തുണിയിൽ പരത്തിയിട്ട ശേഷം വെള്ളം കളഞ്ഞെടുത്തതാണിത്. നമുക്കിത് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. ഇതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുത്താലും മതി. നോൺ സ്റ്റിക്ക് പാത്രങ്ങളാകുമ്പോൾ പെട്ടെന്ന് കേടുവരും. അതുകൊണ്ട് ഇരുമ്പിൻ്റെ ചട്ടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ചൂടായ ശേഷം ഞാൻ ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഈ ഞവര അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ അരി വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലാക്കിയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയുള്ളൂ. ഞവര അരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉദര രോഗങ്ങൾക്കും വാതരോഗങ്ങൾക്കും ബലക്ഷയം, ക്ഷീണം ഇതിനൊക്കെ നല്ലതാണ്. മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് പ്രോട്ടീൻ്റെ അളവ് വളരെ കൂടുതലുണ്ട് നമ്മുടെ ഞവര അരിയിൽ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ നല്ല ഒരു ആഹാരമാണ് ഞവര അരി. ശ്വാസകോശ സംബന്ധമായും ദഹനവ്യൂഹ സംബന്ധമായിട്ടും ഹൃദയ സംബന്ധമായിട്ടൊക്കെ ഉള്ള അസുഖങ്ങൾക്ക് സുഖപ്പെടുത്താൻ ഈ അരി വളരെ നല്ലതാണ്. ഏതു പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന അരിയാണിത്. തൂക്കം കുറഞ്ഞ കുട്ടികൾക്ക് ഞവര അരി കൊണ്ട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തൂക്കം കൂടാൻ വളരെ നല്ലതാണ്. അരി നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അരി കരിഞ്ഞു പോകും. അരിയെല്ലാം നല്ല പോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. വേഗം തന്നെ കോരി മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് ഇട്ട് കൊടുക്കുന്നത് എള്ളാണ്. 50 ഗ്രാമാണ് എള്ള എടുത്തിട്ടുള്ളത്. 250 ഗ്രാം ഞവര അരിക്ക് ബാക്കി എല്ലാ ചേരുവയും എടുത്തിട്ടുള്ളത് 50 ഗ്രാം വെച്ചിട്ടാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നേരത്തെ കഴുകി വൃത്തിയാക്കി കോട്ടൻ്റെ തുണിയിൽ പരത്തിയിട്ട ശേഷം വെള്ളം കളഞ്ഞെടുത്തതാണ്. എള്ളിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസും കൊളസ്ട്രോളിനും ബ്ലഡ് പ്രഷറിനും എല്ലുകൾക്കും വളരെ നല്ലതാണ്. എല്ല് തേയ്മാനം പോലുള്ള രോഗങ്ങൾ വരുന്നത് തടയാൻ ഇതേറെ ഗുണം നൽകും. ഇതിന് കാൽസ്യവും സിങ്കും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ധാരാളം കോപ്പർ അടങ്ങിയ ഒന്നാണ് എള്ള്. അതുകൊണ്ട് തന്നെ വാദം പോലുള്ള പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് എള്ള് കഴിക്കുന്നത്. എള്ളിൽ അയണിൻ്റെ അംശം ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്ക് എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അനീമിയ പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് കഴിക്കുന്നത് ഗുണം നൽകും. സ്ത്രീകൾക്ക് എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ആർത്തവ സമയത്ത് ഇതിലെ അയൺ രക്തനഷ്ടം കാരണമുള്ള വിളർച്ച തടയുന്നു. ആർത്തവ ക്രമക്കേടുകൾക്ക് എള്ള് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലെ ഈസ്ട്രജനാണ് ഗുണം നൽകുന്നത്. ഇത് പെട്ടെന്ന് ആർത്തവം വരാൻ സഹായിക്കുന്നു. എള്ളിൽ ഒമേഗ 6, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, വിറ്റാമിൻ ബി എന്നിവ അടങ്ങിയിട്ടുണ്ട്. എള്ള് ഇവിടെ ആയിട്ടുണ്ട്. ഇതിനി കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ കോരി മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അടുത്തത് ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ്. ജീരകത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻസറിനെ ചെറുക്കാനും ഹൃദ്രോഗം, പ്രഷർ വരാതിരിക്കാനും വയറിൻ്റെ ആരോഗ്യത്തിനും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് ജീരകം. ജീരകം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് കോരി മാറ്റാം. അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് അയമോദകമാണ്. അയമോദകത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും അസിഡിറ്റി, ജലദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടും കുടവയർ കുറക്കാൻ വേണ്ടിയിട്ടും ത്വക്ക് രോഗങ്ങൾക്കൊക്കെ നല്ലതാണ് അയമോദകം. നമ്മുടെ പ്രസവരക്ഷാ മരുന്നിലെ ഒരു പ്രധാന ചേരുവ കൂടിയാണ് അയമോദകം. അയമോദകം ആയിട്ടുണ്ട്. ഇനി ഇതും കോരി മാറ്റി കൊടുക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കോരി മാറ്റിയിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും. അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ആശാളിയാണ്. 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ആശാളി പെട്ടെന്ന് തന്നെ പൊട്ടി വരുന്നതാണ്. നിങ്ങൾക്ക് ഒച്ച കേൾക്കുന്നുണ്ടാവും.
ഇത് മാത്രം കഴുകാൻ പാടില്ല, ഇത് വെള്ളത്തിലിട്ടാൽ പശ പോലെ ആയിപ്പോകും. ബാക്കി എല്ലാ ചേരുവകളും നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ആശാളി മാത്രം കഴുകരുത്. ആശാളിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്. രക്തം വർദ്ധിക്കാൻ വേണ്ടിയിട്ടും ആസ്മയ്ക്കും കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ സഹായിക്കുന്നു. ഓർമ്മശക്തി വർദ്ധിക്കാനും സ്കിന്നും വളരെ നല്ലതാണ് ആശാളി. ആശാളി എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും പെട്ടെന്ന് തന്നെ കോരി മാറ്റി കൊടുക്കാം. അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. ഉലുവയുടെ ഗുണം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പ്രഷർ, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഷുഗർ ഇതിനൊക്കെ നല്ലതാണ് ഉലുവ. മാത്രമല്ല മുടി കൊഴിച്ചിലിനും താരൻ മാറാൻ വേണ്ടിയിട്ടും സ്കിന്നിനും വളരെ നല്ലതാണ്. ഉലുവ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും സുലഭമായി ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ്. ആരോഗ്യം, സൗന്ദര്യം, മുടി സംരക്ഷണത്തിന് ഏറെ ഗുണകരമാണ് ഉലുവ. ഏറെ പോഷകങ്ങൾ അടങ്ങിയ ഒന്നുകൂടിയാണ് ഉലുവ. വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. തടി കുറക്കാനും നല്ല ശോധന കിട്ടാൻ വേണ്ടിയിട്ടും പ്രമേഹം കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. എള്ള്, അയമോദകം, ആശാളി, ജീരകം, ഉലുവ ഇവയൊക്കെ ആയുർവേദത്തിലെ പ്രസവരക്ഷാ മരുന്നിലെ പ്രധാന ചേരുവകളാണ്. ഉലുവ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കോരി മാറ്റി കൊടുക്കാം. അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ബദാമാണ്. ബദാമും 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ബദാമിൽ ധാരാളം ഗുണങ്ങളുണ്ട്. വിറ്റാമിൻ ഇ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ എന്നിവ ഉൾപ്പെടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന പോഷകങ്ങളുടെ ഒരു ഉറവിടം തന്നെയാണ് ബദാം. ബദാമിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിൻ ഇ, രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന മറ്റ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പോഷകങ്ങൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ബദാമിലെ നാരുകൾ, പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ വിശപ്പ് കുറക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ബദാമിൻ്റെ കൂടെ ചെറിയ 2 കഷ്ണം ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കുപൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുക്കുപൊടി ചേർത്ത് കൊടുത്താൽ മതി. രണ്ടും കൂടി ഒന്ന് വറുത്തെടുക്കാം. ബദാം ഇതാ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കോരി മാറ്റി കൊടുക്കാം. ഇനി വേണ്ടത് 2 കപ്പ് ചിരകിയ തേങ്ങയാണ്. തേങ്ങയും കൂടി ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇനി ചിരകി വെച്ചിട്ടുള്ള ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബ്രൗൺ കളറൊന്നും ആകുന്നവരെ ഒന്നും വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. നമ്മളിങ്ങനെ ചെയ്യുന്നത് മരുന്നുണ്ട പെട്ടെന്നൊന്നും കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് മരുന്നുണ്ട കുറേ നാൾ കേടുകൂടാതിരിക്കും. നെയ്യ് ചേർത്തിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ടക്ക് നല്ല ടേസ്റ്റും കിട്ടും, നല്ല മണവും ഉണ്ടാവും. തേങ്ങയിലെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. തേങ്ങ തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. തേങ്ങ തണുത്ത ശേഷം പൊടിച്ചെടുക്കേണ്ടതാണ്. മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് ഇനി വേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മറയൂർ ശർക്കരയാണ്. ഇതുപോലുള്ള ഡിഷസൊക്കെ ഉണ്ടാക്കാൻ നല്ലത് ഈ ശർക്കരയാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ കരിപ്പെട്ടി എടുത്താലും മതി. ഇതാകുമ്പോൾ ധാരാളം അയൺ കണ്ടന്റ് ഉണ്ട്. ഹീമോഗ്ലോബിൻ കൂട്ടാനും വയറിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. 2 ഉണ്ട ശർക്കര എടുക്കുന്നുണ്ട്. 300 ഗ്രാം ആണ്. 300 ഗ്രാം ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തണുത്ത ശേഷം ഒന്ന് അരിച്ചൊഴിക്കണം. നേരത്തെ വറുത്ത് വെച്ച അരിയും മറ്റു മരുന്നുകളും ചൂടാറിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടൂല. പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത് പൊടിച്ചെടുത്തതും ഇതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള മരുന്നെല്ലാം ഞാൻ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൊടിച്ചത് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി തേങ്ങയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നേരത്തെ പൊടിച്ചെടുത്ത ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ 2 പ്രാവശ്യമായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് പൊടിച്ചെടുത്താൽ പൊടിഞ്ഞ് കിട്ടൂല. തേങ്ങ പൊടിക്കുന്നതിൻ്റെ കൂടെ ഒരു 6 ഏലക്ക തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ മരുന്നുണ്ടൊക്കെ. തേങ്ങ പൊടിച്ചെടുത്തിട്ട് വരാം. തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ പൊടിച്ചു വെച്ച മരുന്നിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയെല്ലാം പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കാം.
തേങ്ങയും പൊടിച്ചെടുത്ത മരുന്നും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും പൊടിച്ച മരുന്നെല്ലാം നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഉരുക്കി വെച്ച ശർക്കര അരിച്ചെടുത്തതാണിത്. കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അരിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടുണ്ടാവണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൈ കൊണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. നെയ്യ് തടവിയ ശേഷം നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ഉരുട്ടിയെടുക്കാം. മുഴുവനായിട്ടും ഞാനിവിടെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ അളവ് വെച്ചിട്ട് മരുന്നുണ്ട 20 എണ്ണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടും പ്രതിരോധ ശേഷി വർദ്ധിക്കാനും നടുവേദനയും അമിതവണ്ണം കുറയാനൊക്കെ വളരെ നല്ലതാണ് ഈ മരുന്നുണ്ട കഴിച്ചാൽ. ഈ ഉണ്ട ഒരു ദിവസം ഒരെണ്ണം വെച്ചിട്ടാണ് കഴിക്കേണ്ടത്. മുടങ്ങാതെ 7 ദിവസമെങ്കിലും കഴിച്ചാൽ അത്രയും നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. മരുന്നുണ്ടി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും. അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പുതിയ നല്ലൊരു റെസിപ്പിയായി കാണുന്നവരെ നന്ദി, നമസ്കാരം.